എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ് ചിക്കൻ ആൽഫ്രെഡോ പാസ്ത. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഫിസിലി പാസ്തയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മാക്കറോണി ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള എന്നാൽ ഈസിയും ടേസ്റ്റി ഒക്കെ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ തീരെ സമയമില്ലാത്തപ്പോഴോ മടിയുള്ളപ്പോഴോ ഒക്കെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ആൽഫ്രെഡോ പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാം. ഒരു ചെറിയ സവാളയുള്ളി വേണം, 5-6 ചെറിയ വെളുത്തുള്ളി അല്ലി വേണം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആദ്യം നല്ല കുനുകുനാ ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം. അപ്പോൾ ഒരു നൈഫ് വെച്ചിട്ടാണ് നമ്മൾ വെളുത്തുള്ളിയും സവാളയുള്ളിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്, ചോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടാതെ നമ്മുടെ ചിക്കൻ ആൽഫ്രെഡോ ആയതുകൊണ്ട് തന്നെ ചിക്കൻ വേണം. ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്, ചിക്കൻ ബ്രസ്റ്റ്. ഇത് നമുക്ക് സ്ട്രിപ്സ് ആയിട്ടോ ക്യൂബ്സ് ആയിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. ഉപ്പും കുരുമുളകും മാത്രം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഒറിഗാനോ സീസണിങ്ങും 1/4 ടീസ്പൂൺ ഡ്രൈഡ് ബേസിലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒറിഗാനോ എന്ന് പറയുന്ന നമ്മുടെ പിസ്സ സീസണിങ് ഇല്ലേ എൻ്റെ മുകളിലിടുന്നത്, അതാണ് ചേർത്ത് കൊടുത്തത്. ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ പ്രിപ്പറേഷൻസ്. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. നമുക്ക് പാസ്ത ഉണ്ടാക്കാം. പാസ്ത ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഫുസിലി പാസ്തയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാസ്ത യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കവറിൽ ആൽദൻ്റെ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകാത്ത പരുവത്തിൽ കുക്ക് ചെയ്യേണ്ടത് എത്ര മിനിറ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ടാവും, എത്ര വെള്ളം വേണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ 2.5 കപ്പ് പാസ്ത, കറക്റ്റ് 200 ഗ്രാം പാസ്തയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് 100 ഗ്രാമിന് 1 ലിറ്റർ വെള്ളം എന്നുള്ള അളവിന് 2 ലിറ്റർ വെള്ളം 200 ഗ്രാമിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പിച്ചിരി മുന്നിൽ നിൽക്കണം. അപ്പം നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാസ്ത ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പാസ്ത നമ്മൾ 7 മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുക്കാവുന്ന സമയം കൊണ്ടൊക്കെ നമുക്ക് പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളും സൈഡ് ബൈ സൈഡ് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാണിക്കുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പാസ്ത ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഒരെണ്ണം എടുത്തൊന്ന് കഴിച്ച് നോക്കുക. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോയില്ല, എന്നാൽ കഴിക്കുമ്പോൾ വെന്തിട്ടുണ്ടാവണം. ഇത് കുക്കായ ഉടനെ തന്നെ നമ്മളിതുപോലെ ഊറ്റി മാറ്റി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചൂടിൽ പിന്നെയും കുക്കായി പോകും. ഈ സമയം കൊണ്ട് നമ്മുടെ സോസ് റെഡി ആയിട്ടില്ല എന്ന് വെച്ചാൽ തണുത്ത വെള്ളം ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ അങ്ങ് കുക്കായി പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ പാസ്ത എല്ലാം ഉണ്ടാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സ്ട്രിപ്സോ ക്യൂബ്സോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊരു വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് മൊരിയിക്കേണ്ട ഒന്നും ആവശ്യമില്ല, കളറൊന്നും ചേഞ്ച് ആകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. 3-4 മിനിറ്റ് എടുക്കത്തുള്ളൂ. തിരിച്ചിട്ടതിന് ശേഷം 1 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. അപ്പോൾ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കുറേ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതങ്ങ് ഒരുപാട് ഹാർഡ് ആവുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഈ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാനിത് മാറ്റി വെച്ചിരിക്കുന്നത്. വെള്ളം ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, വെള്ളം ഇറങ്ങിയാലും കുഴപ്പമില്ല. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുനുകുന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് സവാള നല്ല സോഫ്റ്റ് ആവുന്നതോടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വെള്ളം പോലെ സോസ് കിടക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീം ഇല്ലാതെ പാല് മാത്രം ഉപയോഗിച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബട്ടറും മൈദയും കുറച്ച് പാലും മാത്രം മതിയാകും. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കാം. പാലും ക്രീമും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് സിമ്മർ ചെയ്യാം. ഒരുപാടങ്ങ് കട്ടിയാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് സീസണിങ് ആയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഒറിഗാനോ സീസണിങ്ങും 1/2 ടീസ്പൂൺ ബേസിലും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് അങ്ങ് ബ്ലാൻഡായിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ച് കൂടുതൽ ഒരു 1/4 ടീസ്പൂൺ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
പൊടികൾ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത പാഴ്സ്ലി ലീവ്സോ അല്ലെങ്കിൽ കൊറിയാണ്ടർ ലീവ്സോ മല്ലിയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പോ അതിൽ കൂടുതലായിട്ടോ ഗ്രേറ്റ് ചെയ്തോ പൗഡർ ചെയ്തോ വെച്ചിരിക്കുന്ന പാർമിസാൻ ചീസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സാധാരണയായിട്ട് പാസ്തയിൽ നമ്മൾ പാർമിസാൻ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇല്ലയെന്ന് വെച്ചാൽ മോസറല്ല ചീസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിലർ ആൽഫ്രെഡോ പാസ്ത തയ്യാറാക്കുമ്പോൾ ചീസ് ചേർത്ത് കൊടുക്കാറില്ല. പക്ഷേ ഒറിജിനൽ ഇറ്റാലിയൻ റെസിപ്പിയിൽ ചീസാണ് ആക്ച്വലി ഉള്ളത്, ക്രീമാണ് അവർ ചേർത്ത് കൊടുക്കാത്തത്. പിന്നീട് ഫേമസ് ആയപ്പോഴാണ് ഇങ്ങനെ ആൾക്കാർ ഇതിൽ ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് തുടങ്ങിയത്. ഇത് നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കാനായിട്ട് പാസ്ത കുക്ക് ചെയ്ത വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പണ്ടത്തെ ട്രഡീഷണൽ റെസിപ്പിയിൽ ബട്ടറും ചീസും പിന്നെ പാസ്ത കുക്ക് ചെയ്ത വെള്ളവും സോൾട്ടും പെപ്പറും ഒക്കെ ചേർത്ത് കൊടുക്കത്തുണ്ടായിരുന്നുള്ളൂ, ക്രീം ചേർക്കില്ലായിരുന്നു. നമ്മുടെ ചീസ് നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം വളരെ സിമ്പിളാണ്. ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്തറിയിക്കുക. ഇതിന് മുന്നേ നമ്മൾ റെഡ് സോസ് പാസ്ത ഇന്ത്യൻ സ്റ്റൈലിൻ്റെയും വൈറ്റ് സോസ് പാസ്തയുടെയൊക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തണുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചീസ് അങ്ങ് കട്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാർമിസാൻ ചീസ് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് വിതറി കൊടുക്കാം. കുറച്ച് പാഴ്സലി ലീവ്സോ കൊറിയാണ്ടർ ലീവ്സോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.